ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതം. സ്കൂളിൽ പഠിക്കുമ്പോൾ അത്ര മിടുക്കനായ വിദ്യാർത്ഥി ആയിരുന്നില്ല. വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ക്ലാസ്സിലെ മോശം വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. പക്ഷേ ഭൗതികശാസ്ത്രത്തോടുള്ള പ്രത്യേക താല്പര്യം അദ്ദേഹത്തെ കഠിനാധ്വാനിയാക്കി. പ്രവേശന പരീക്ഷ ക്ലിയർ ചെയ്ത് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പ്രവേശനം നേടി. ഇഷ്ടവിഷയത്തിലുള്ള ഉന്നത പഠനത്തിനുള്ള അവസരം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഊർജ്ജസ്വലനാക്കി. എന്നാൽ വിധി അവിടെയും വില്ലനായി. 20-ാമത്തെ വയസ്സിൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന മാറാരോഗം ശരീരമാകെ തളർത്തി. 2 വർഷത്തെ സമയമാണ് ഡോക്ടർമാർ നിശ്ചയിച്ച് നൽകിയത്. ഹോക്കിങ് പ്രതീക്ഷ പക്ഷേ കൈവിട്ടില്ല. മരണത്തെ മുന്നിൽ നിർത്തി സ്റ്റീഫൻ ഹോക്കിങ് പ്രപഞ്ച രഹസ്യങ്ങൾ അന്വേഷിച്ച് യാത്ര തുടങ്ങി. 5 പതിറ്റാണ്ട് കാലം അദ്ദേഹം 2 വർഷം മാത്രം ആയുസ് പറഞ്ഞ ജീവനെ പിടിച്ചു നിർത്തി. ചലനശേഷി നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം വീൽചെയർ കരുത്താക്കി. വാക്കുകൾ നിലച്ചപ്പോൾ കമ്പ്യൂട്ടറുമായി ഘടിപ്പിച്ച സ്പീച്ച് സിന്തസൈസർ വഴിയായിരുന്നു സംസാരം. അവസാന കാലത്ത് ഈ കവിളിലെ മസിലുകളുമായി ബന്ധിപ്പിച്ച സെൻസറുകൾ കൊണ്ടാണ് ആശയവിനിമയം നടത്തിയത്. 76-ാമത്തെ വയസ്സിൽ മരണത്തിന് കീഴടങ്ങുമ്പോൾ ഹോക്കിങ് ഒരു ഇതിഹാസമായി മാറിയിരുന്നു. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഹോക്കിങ്ങിൻ്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം 40ഓളം ഭാഷകളിലായി കോടിക്കണക്കിന് പതിപ്പുകളാണ് ഇതിനോടകം വിറ്റത്. ഭൗതികശാസ്ത്രത്തെയും പ്രപഞ്ചവിജ്ഞാനത്തെയും സ്റ്റീഫൻ ഹോക്കിങ്ങിനോളം ജനകീയമാക്കിയ മറ്റൊരു ശാസ്ത്രജ്ഞൻ ഇല്ലത്രേ.